എന്താ വക്കീലെ, രാവിലെ തന്നെ വായനോട്ടാണോ? വായനോക്ക്? ആര്? ഞാനോ? വക്കീൽ എന്തിനാ ഇത്ര ചമ്മല് കാണിക്കുന്നേ? നല്ല ധൈര്യമായിട്ട് വായ നോക്കിക്കോ. വേറെ ആരും അല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ. രാവിലെ എഴുന്നേക്കുമ്പോ വക്കീൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുന്നതേ ഒരു രസാ. അതെ, അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. എടോ നേരം കുറയായി, എഴുന്നേക്ക്. നമുക്കേ കുറെ സ്ഥലങ്ങളിൽ വിരുന്നു പോകാനുള്ളതാ. ഇന്ന് പോണോ? ഇന്നലത്തെ ഡാൻസും ഫൈറ്റും ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആകെ ക്ഷീണിച്ചു. എനിക്ക് കറങ്ങാനൊന്നും വയ്യ. നമുക്ക് നാളെ പോയാ പോരെ? എടോ, ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ ഗിരിയുടെ വീട്ടിൽ ഇന്ന് തന്നെ പോണം. വിരുന്നിന് വേണ്ടി മാത്രമല്ല. ഇന്നലെ അടി നടക്കുന്നതിൻ്റെ ഇടയിലേ അവന്റെ കൈ മുറിഞ്ഞത് കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യാം. ശരി, എന്തായാലും ഗിരിയേട്ടന്റെ വീട്ടിലേക്ക് മാത്രല്ലേ പോകുന്നുള്ളൂ. എന്നാ പിന്നെ കുറച്ചുപേരും കൂടെ ഉറങ്ങിയിട്ട് പോയാ പോരെ? അയ്യടാ, തനിക്ക് അടുത്ത ആഴ്ച സെമിസ്റ്റർ പരീക്ഷ ഉള്ളതാ. മര്യാദക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചോളണം. നമ്മളിൽ നീയാണ് ആദ്യം സെറ്റിലാൻ പോകുന്നതെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോ ആ ചൂട് പഠിപ്പിലും കാണിക്കണം. രാവിലെ തന്നെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് മൂഡ് മൊത്തം കളഞ്ഞു കുളിച്ചു മോരടൻ. വക്കീലിനെ എന്നെ പോലൊരു ചുള്ളത്തിയെ ഇത്ര എളുപ്പത്തിൽ സെറ്റായതിന്റെ അഹങ്കാരമാ. അതാ എന്നെ ഇങ്ങനെ പുറകെ നടത്തി ആസ്വദിക്കുന്നത്. തന്നോടൊക്കെ ദൈവം ചോദിക്കും. ഇതുപോലെ വക്കീൽ എന്റെ പുറകെ നടക്കുന്ന ഒരു ദിവസം വരും. അപ്പോഴേ ഞാനും ഇങ്ങനെ തന്നെ മൈൻഡ് ചെയ്യാതെ നടക്കും. നോക്കിക്കോ. നോക്കാം, പക്ഷേ തൽക്കാലം പോയി പല്ല് കേക്ക്. നല്ല വായനാറ്റം സഹിക്കാൻ പറ്റുള്ള. ബാക്കി ഞാൻ പല്ല് വെച്ചിട്ട് വന്നിട്ട് പറയാം. ഓ ദൈവമേ, അമ്മയെ പോലെ തന്നെ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് മോളെ. അമ്മ രാവിലെ തന്നെ ജോലി തുടങ്ങിയോ? നേരത്തെ എല്ലാം ചെയ്തു തീർക്കാന്ന് വിചാരിച്ചു. മോള് നേരത്തെ എഴുന്നേക്കൊന്നിപ്പോ ഞാൻ കരുതിയോ? വക്കീല് പോയോ? അവൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരിക്ക. പിന്നെ നിങ്ങൾ എപ്പോഴാ പോകുന്നെന്ന് തീരുമാനിച്ചോ? എങ്ങോട്ട്? ഹണിമൂണിന്. എങ്ങോട്ടാ എപ്പോഴാ പോകുന്നെന്നൊക്കെ തീരുമാനിച്ചോ? ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും. പിന്നെ എന്റെ പരിചയത്തിലെ ഒരു സ്ത്രീയുണ്ട്, ട്രാവൽസിലെ ജോലി. എന്റെ സീരിയലിന്റെ വലിയ ഫാനാ. ഞാൻ വേണമെങ്കിൽ അവളോടൊന്ന് സംസാരിച്ച് ടിക്കറ്റ് ഒക്കെ റെഡിയാക്കാം. എന്നാലും എത്രയും പെട്ടെന്ന് സ്ഥലവും സമയവും ഒക്കെ തീരുമാനിക്കണം. എനിക്ക് ഹണിമൂണിന് പോകാനുള്ള ആവേശമൊക്കെ പോയി അമ്മേ. അതെന്താ പോണേ? അമ്മേ, ദേ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ. അതെ, പച്ചക്കറിക്കൊക്കെ എന്താ വിലയെന്നറിയോ? നീ ഇവളോട് വഴക്ക് കൂടിയോ? ഞങ്ങൾ വഴക്ക് കൂടിയിട്ടൊന്നുമില്ല. പിന്നെന്താടാ ഇവള് ഹണിമൂണിന് പോകാൻ മൂടില്ലെന്ന് പറയുന്നേ? ഓ അതാ. അതെ, അവളെ എന്റെ ഭാര്യ ചെയ്തോണ്ട് പറയാ. എന്നെ പോലെ അവക്കും പാഴ്ചെലവ് ഇഷ്ടമില്ലാത്തോണ്ട് അവളങ്ങനെ പറഞ്ഞു. ഹണിമൂണിന് പോകുന്നതാണോടാ പാഴ്ചെലവ്? പിന്നല്ലാതെ. അമ്മേ, ഈ സാധാരണ ദമ്പതിമാര് ഹണിമൂണിന് പോകുന്ന എന്തിനാ? പരസ്പരം കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ അല്ലേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ?
ഞങ്ങള് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളല്ലേ. പോരാത്തേന് പ്രേമിച്ച് കല്യാണം കഴിച്ചു വരും. ഞങ്ങൾക്ക് ഹണിമൂൺ ഒരു പാഴ്ചെലവ് തന്നെയാ. ഇങ്ങനെ ഒരാളുടെ കൂടെ ഹണിമൂണിന് പോകുന്നതേ ശരിക്കും ആ പാഴാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഗിരിയ ആ ഹലോ. ആ മൂന്നാ എടാ, നിങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങെത്തില്ലേ? ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങും. ആ എടാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നല്ല വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മാത്രം മതി. ജോലി വേണ്ടോ? ഏയ് ഇല്ലടാ, അമ്മക്കേ ഡബിങ് ഉണ്ട്, ഭയങ്കര ബിസിയാ. ആ എന്നാ ശരി, നിങ്ങൾ വേഗം വാ. ആ ഓക്കെടാ. ഗംഭീരമായിട്ടുണ്ട്. അമ്മേ ഗിരി വിളിച്ചെന്താ? മര്യാദക്ക് ഹണിമൂണിന് പോകാനുള്ള പരിപാടി നോക്കിയോണം. അമ്മ എന്തിനമ്മ ഇതൊക്കെ? ദേ, ഇവക്ക് പരീക്ഷ എടുക്കാറായി. എനിക്കാണെങ്കിൽ ടെസ്റ്റിന് പഠിക്കാനുണ്ട്. അതിനിടയിൽ വെറുതെ ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ട അമ്മേ. ഒറ്റ കുത്തുവെച്ച് വന്നാലുണ്ടല്ലോ. അമ്മ മഹിമോ ഇവക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ പോട്ടെ എന്ന് വെക്കാം. നീ ഇനി പഠിച്ചിട്ട് എന്ത് മല മറിക്കാനാ? നീ എന്തായാലും ടെസ്റ്റ് പാസ്സാകാൻ പോകുന്നില്ല. കളഞ്ഞു അമ്മേ. ഇങ്ങനെ അപശകനമായിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ പരീക്ഷ പാസ്സാവും? അപ്പൊ ഇത്തവണ പാസ്സായില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞതൊരു കാരണമാക്കി രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലേ? നീ പരീക്ഷയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ നീ ഹണിമൂണിന് പോകാത്ത? ഇത്തവണ എങ്ങാനും നീ പാസ്സായില്ലെങ്കിൽ നിന്നെ ചൂലുകൊണ്ട് ഞാൻ അടിക്കും കേട്ടറാ. പച്ചാൻ പോണ്. അമ്മ വെറുതെ പറഞ്ഞായിരിക്കുമല്ലേ? ഏയ്, അമ്മ പറഞ്ഞതുപോലെ ചെയ്യും. ഇത് നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ എങ്ങനെ സഹിക്കും ദൈവമേ? സഹിച്ചേ പറ്റൂ. അവരവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞത്. എത്താറായി കാണും. ആ ഗൗരി വരുന്നുണ്ടോ മോനെ? ഇല്ലമ്മേ, അമ്മയുടെ കൂട്ടുകാരി ഇപ്പം വലിയ തിരക്കുള്ള സീരിയൽ നടിയല്ലേ. അവരുടെ വീട്ടിൽ തന്നെ ഇപ്പൊ നിൽക്കുന്നത് വല്ലപ്പോഴും. ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആൾക്ക് വേണ്ടി എന്തിനാ ഇന്ന് വരുന്നൊരുക്കുന്നത്? വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ നമ്മൾ എങ്ങനെ പെരുമാറണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിലും അവര് ദൈവത്തെ പോലെ കാണണമെന്ന്. ആ